ഞാൻ ക്യാരറ്റ് അങ്ങോട്ട് കയറ്. ഒരു അത്യാവശ്യം ഉണ്ട്. ഹലോ അത്യാവശ്യമുണ്ട്. ഈയടി ഈ ബാറ്റ് വേണ്ട. ഈയടി ഒരു വട്ടം ഇട്ടില്ലേ? അണ്ണുള്ളവന്മാര് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ നിന്നപ്പോ അവന്മാര് വന്ന് ഇടിച്ച് സിറ്റുവേഷൻ ആയിട്ട് വരാൻ മാന്യമായിട്ട് സംസാരിക്കണം, അല്ലാതെ മറ്റേ കൊണ പോലെ സംസാരിക്കല്ലേ. നമ്മള് ഇടിച്ചേ. അപ്പൊ നമ്മള് സംസാരിച്ച് കഴിഞ്ഞപ്പോ കൊണയായി. നമ്മള് വിളിച്ചപ്പോ പറഞ്ഞ നമ്മള് ഗ്യാങ്സ് ഉണ്ട്, ഗ്യാങ്സ് വരാം. കൊണയടിക്കാതിരിക്കാൻ എന്താ? പിന്നെ ഞാൻ പിന്നെ ഇറങ്ങി കയറണ്ടേ ഒന്നില്ലേ? അതെ എന്നെ കൊണ സിറ്റുവേഷനെ ആക്കണ്ട, സംസാരിച്ച് അങ്ങനെ ആക്കാവൂ. നാളെ കഴിഞ്ഞിട്ട് നീയൊക്കെ വാടാ എന്നൊരു രീതിയിൽ സംസാരിച്ച് നിർത്തണം കേട്ടോ. പിന്നെ അണ്ണോണല്ല, ഇനി ഇത് അണ്ടി നട്ടറുള്ളവനാണെ പോലും ഞാൻ ഏത് ഗ്യാങ്സിൽ നിന്ന് പോലും പുട്ടുപോലെ ഇറങ്ങി വരും. ഇതാണോ മൂഞ്ചിച്ചത്? കണ്ണം പുട്ടുപോലെ ഇറങ്ങി വരോടാ ഇവിടെ നിന്ന്. നട്ടലുള്ള അടിക്കട്ടെ ഒന്ന്. ഇത് കണ്ണന്റെ ആടാ. ഒരു 6 മാസം കഴിഞ്ഞ് എൻ്റെ കൂടെ ആരെങ്കിലും കേസ് ABC ട്രക്കിങ്ങിന് വരുന്നു. ABC ഞാൻ 6 മാസം കഴിഞ്ഞ് ഞാൻ കേസ് എൻ്റെ ഹെൽത്ത് ഓക്കെ ആയിട്ട് ഞാൻ ABC ട്രക്കിങ്ങിന് പോവാം. ABC ചിരിക്കുന്നതാ. അന്നപൂർണ വേസ്റ്റ് ക്യാമ്പ് ട്രക്ക്. അത് തന്നെ. അത് കഴിഞ്ഞ് എവറസ്റ്റ് ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. എവറസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ട്. നേപ്പാളിലുള്ള ആരും എൻ്റെ ലൈവ് കാണുന്നുണ്ടോ? പിന്നെ അവിടെ റേഞ്ച് പോലും ഇല്ല. എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറുക. എവറസ്റ്റ് കയറുന്നൊന്നുമില്ല ഞാൻ. എവറസ്റ്റ് കയറുന്നത് ചത്തുവാനോ. ഒന്നാമത് ഇപ്പൊ നേരാവണ്ണ ഇവിടെ നിന്നിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ മലയുടെ മണ്ടയ്ക്ക് വലിയ ചേർന്ന് ശ്വാസം എടുക്കാൻ ഞാൻ മനുഷ്യരുടെ നേരാവണ്ണ ഇവിടെ ശ്വാസം കിട്ടുന്നില്ല. നൂറ് കിലോമീറ്ററൊക്കെ നടക്കും. ഹലോ തമാശയായിരുന്നു. എന്തായാലും ഉദ്ദേശം പിന്നെന്താ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടത്? അറിയാണ്ട് കൈ നേടിയതല്ലേ. ആണല്ലേ? കേറ്. മറ്റേ MRS ഷേക്ക് തിരക്കിയേ. ഡ്രസ് കാണാനില്ല. പഴയ ഡ്രസ് എല്ലാം കേറുന്നില്ലേ? കേറാ എന്തിനാ ബ്രോ നന്ദി? എന്താണ് എടാ ഈ ഗ്യാങ്സിന്റെ ഫ്രണ്ട് 2 മിനിറ്റ് ഇന്നേടല്ലേ GNR കൊണ്ടുവിട്ടുണ്ട്. പരിപാടി കൊള്ളാല്ലേ? എന്റെ നമുക്ക് ഇങ്ങനെ UK നോക്കണ്ട. നമുക്ക് KV അങ്ങനെയുള്ള MRC അവരുടെയൊക്കെ ഗ്യാങ്സിൽ കൊണ്ടിടാം. പിന്നെ വരത്തില്ല, അവർ തന്നെ വന്നിട്ട് വരാന്ന് വിചാരിക്കും. പൺബി പെട്രോളിൽ നിന്ന് കേറിക്കേ. ചന്ദ്രൻ ഇല്ലാത്തോണ്ടാ അത് കേറിയില്ലേ ഞാൻ. നാളെ മെക്യൂൻ കാറ് തിരിച്ച് ഇറങ്ങണം. കേട്ടണം. ഇത് ഇതിന്റെ മാസം 1000 പൈസ വേണ്ട പറഞ്ഞു കഴിഞ്ഞാലേ
ഇവിടെ നിക്ക് അണ്ണോന്റെ ഫ്രണ്ട് നിക്ക് അവന്മാര് വരട്ടെ. അമ്മാരൊന്ന് കണ്ട് എടാ, സംസാരിച്ചു എന്തൊക്കെ വള്ളിയാടാ നീയൊക്കെ ഒപ്പിക്കുന്നേ. അണ്ണോനോട് നിക്കാന്ന് നിക്കടാ. ഞാൻ കത്തിപ്പോയി. എടാ ചെറിയൊരു വള്ളിയായിട്ടുണ്ട്, ഒന്ന് സംസാരിക്കാൻ ഒരാൾ പറഞ്ഞല്ലോ. മന്ദാരം എവിടെ ഉണ്ടാ? ഇല്ല, ഒരാളൊന്ന് മന്ദാരടാ. നീ ഇവിടെ എവിടാ ടി വി ഡ്രസ് ഷോപ്പ്? മന്ദാരം മാത്രമേ വെയിറ്റ് ചെയ്യടാ. നിങ്ങൾ വെയിറ്റ് ഇതാ. ഇല്ലല്ല തല്ലൊന്നും എടാ ഗൺസിന് എന്തോ കാര്യം ചോദിക്കാനുണ്ടാടാ. അതാണ് ഞാനും ആലോചിക്കുന്നത് അവൻ എവിടെ നിന്ന്. മോളിൽ കാണോ എന്തേലും ഇതായിട്ട് പോയതായിരിക്കും. താഴെ ഇല്ല കടലിലാണോ? അതല്ലേ ഞാനും നോക്കുന്ന കടലില്. സ്നൈപ്പ് പറഞ്ഞ സാധനം കൊള്ളാം കേട്ടോ. എന്ത്? അപ്പൊ നമുക്ക് ചെയ്തു എന്ത് മറ്റേ ഇത് നല്ല ജലകന്യക ജലകന്യകാര് എന്തായാലും അതുണ്ടായിരുന്നു. അവൻ എവിടെ പോയി? റേഡിയോയിലുണ്ട്. എടാ ബോബ എവിടാ മാഫിയ? അതാ വരുന്ന നൈസിന് ക്യാരി ഇടണം. ഓടുന്നു. ആരാ ഓടുന്നു? ഇവിടെ ആരാ? മണിയ ദിവ്യ ബോബയല്ലേ ഇത്? അതെ എന്തൊക്കെ പ്രശ്നങ്ങളാന്ന് ആലോചിച്ചേ. ഇവനെ ക്യാരി എന്താടാ ഇങ്ങോട്ട് കേറ്. നീയാണോ എടുത്തത്? ഞാനല്ലേ എടുത്തതാ. പിന്നെ ഇതിങ്ങനെ കൊത്തി എരിഞ്ഞ് ഇതില് ഇച്ചിരി ഒക്കെ ഇട്ട് മറ്റേ ഇങ്ങനെ കോരി കുടിക്കുന്ന രീതി ഗ്ലാസ് കണ്ടെത്താ. അതാ ടേസ്റ്റ്. പിന്നെ നമ്മള് ലവന്മാരായിട്ട് വള്ളി എടാ സാർ നീ പറ സിറ്റുവേഷൻ പറഞ്ഞോടോ അവന്. എടാ UK ഉണ്ടല്ലോ, UK അവന്മാര് ജസ്റ്റ് ഇവനോട്ട് സംസാരം. അപ്പൊ നമുക്കിപ്പോ ഇതുണ്ടല്ലോ വാറുണ്ടല്ലേ എടാ ഞാൻ മറ്റേ ഇതിന് വീഡിയോ ആയി പോയടാ മനസ്സിലായ. അപ്പൊ അവന്മാരുടെ കൊണയായി ചെറുതായിട്ട് സംസാരം, വലിയ സംസാരം ചെറുതായിട്ട്. അവന്മാരുടെ ഗ്യാങ് ഹൗസിൽ പോയി സംസാരിക്കാനാ. അവന്മാര് ചിലപ്പോഴേ ഇതായി പോയാലേ നമ്മള് ഇതിന്റെ ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആവത്തില്ല. അതുകൊണ്ട് ഒന്ന് സംസാരിച്ച് അല്ല അവന്മാര് ഗ്യാങ് ഹൗസിലോട്ട് വരാൻ പറഞ്ഞു. ഗ്യാങ് ഹൗസിലോട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. നമ്മള് വരാന്ന് പറഞ്ഞു. ഗ്യാങ് ഹൗസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വള്ളിയാക്കരുത് കൊണ വള്ളിയാക്കല്ലേടാ. വള്ളിയാക്കല്ലേ പോയിട്ട് വാ. കൊണ്ടില്ലേടാ അത്. അവന്മാര് കേറുന്നുണ്ട് കേട്ടാ. ഏതോ ഒരു വണ്ടി കേറി വരുന്നുണ്ട്, ശ്രദ്ധിക്കണേ. ഇവിടെ ഹലോ എന്താ സീന്? കർമ്മ കേട്ടിട്ടില്ലേ? കർമ്മ കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ നിനക്ക് കിട്ടിയത്. ആദ്യം എന്നെ ഒമ്പിച്ചു, എന്നിൽ വഴി 2-3 പേരെ ഒമ്പിച്ചു, അത് കഴിഞ്ഞ് പന്താരത്തെ ഒമ്പിച്ചു. മനസ്സിലായ? സൈപ്പാറിയാ എവിടെ അറിയാ? സൈപ്പേ സൈപ്പേടാ ചെറിയ സിറ്റുവേഷൻ. സൈപ്പേടാ ശരിയാക്കത്തില്ല. സ്നൈപ്പേ സ്നൈപ്പ് എവിടാടാ? ഹലോ ചുമ്മാ സ്നൈപ്പിനൊന്നും അങ്ങനെ ചെയ്യത്തില്ല. എടാ വണ്ടി പെട്രോളില്ല, പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ടേ.
CM has been temporarily suspended. CM ഉമാരല്ലേ ഇവിടെ CM ഇത്ര ഇജോസാ വണ്ടി പെട്രോൾ ഉള്ളതാ വരുന്നത് വണ്ടി പെട്രോൾ വരുന്ന ചെറിയ പരിപാടി ഉണ്ട് ഇനി എടാ ലോറ എന്ന് പറഞ്ഞ പെൺകുട്ടി എവിടെല്ലാം കാണുവാണെന്ന് പറയാനാണ് ഇങ്ങനെ ഇത് കൊള്ളാം ഇതൊക്കെ അറിയാലേ ചെയ്യാൻ കണ്ണാപ്പി ആഷ് ഏബിൾ ബോബോയ് ഓ എടാ സ്നൈപ്പാലോ ഇതാരടാ ആഷിന്റെ വിസി കൂടെ പോയി മൂഞ്ചടാ ഇപ്പൊ അധികാരമായില്ലടാ വീട്ടിൽ കയറാൻ വീട്ടിൽ കയറി ഇറങ്ങാൻ അധികാരമായില്ലടാ ഹലോ ഞാൻ ഡൗട്ട് വെച്ചാടാ എടാ എന്നോട് ചോദിച്ചാടാ നമ്മുടെ ആരെയും ഒരു ഓൾട്ടോ പോലത്തെ ഒരു വണ്ടി നടക്കണ്ടോടാ ഞാൻ കണ്ണാപ്പിന്ന് പറ അവൻ്റെ കണ്ണാപ്പിന്ന് പറ അവനോടെ കണ്ണാപ്പിന്ന് പറയണാ നീ അതേപോലെ നീ ധൈര്യമായിട്ട് പറ പറഞ്ഞോ നീ പറഞ്ഞോ അല്ല കുട്ടി പേരെന്താ നിരു എന്താ പരിപാടി ലയറ സുഖല്ലേ സ്നൈപ്പായിട്ട് ലോറയൊക്കെ ബ്രേക്കപ്പ് ആയി ബ്രോ അവള് പോക്കറ്റിൽ ഡയമണ്ട് വെച്ചിട്ട് പിത്തളയുടെ പുറകിന് പോയി ഡയമണ്ട് ഞാൻ പിത്തള വേറെ എണ്ണ തേച്ചിട്ട് വേറെ തന്നെ കൂടെ പോയി പിത്തളയുടെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട് പിത്തളയുടെ പേരെന്ന് പറഞ്ഞു ആരാന്നറിയാനാ ട്രിക്സ് ലൈറ ഇപ്പം സിംഗിളാ തോളത്തിരിക്കുന്ന ബോയ് ഫ്രണ്ട് നിരുമോളെ പോയിട്ടോട്ടെ ചെറിയ പരിപാടി ഉണ്ട് മണിയനാ ഞാൻ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയില്ലേ എടാ പമ്പിൽ പെട്രോൾ ഇല്ല അത് ഞാൻ മുതുക്ക് പമ്പി വന്നു അവിടെയും പെട്രോൾ ഇല്ല ഞാൻ പിന്നെ അപ്പുറം പമ്പിൽ പോയി അടിച്ചിട്ട് വരുവാ ഒരു വണ്ടി തിരിച്ചു വരുന്നുണ്ടോ കുടുങ്ങി എന്നോടാ പുണ്ടച്ചി മോനെ നീ പൊക്കണ്ട സിറ്റുവേഷൻ വിട്ടോ നീ എന്താ പോടാ എന്താ പൊക്കണ്ട സാറേ സിറ്റുവേഷൻ ആണ് പൊക്കണ്ട EMS പോയാലോണ്ണ നീ EMS വന്നിട്ട് എന്താ പോയേ എന്താണ് പൊക്കാണ്ട് പോയേ രണ്ട് മൈലമാർക്കും ബുദ്ധിയില്ല സാറേ സിറ്റുവേഷൻ ആണ് പൊക്കോട്ടെ അടിച്ചൂല്ലേ സാറേ പൊക്ക് സാറേ പറയാ
ഇനി ഇത് എന്ത് ചെയ്യാനാടാ? ആശുപത്രി പോയാൽ പോലും പൊക്കാൻ പറ്റൂല. 8-10 EMS ഉണ്ട് സിറ്റിയില്. ഇവനൊന്നും ബുദ്ധിയില്ലടാ. ഇനി EMS വിളിക്കാം. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് നോക്കുമല്ലോ. ഇവന് ബുദ്ധിയില്ലേ ഈ കുണ്ണാക്ക്? ഈ മണ്ടം തന്നെ വന്നാ. അവസ്ഥകളെയല്ലയോ ഡോക്ടറെ? സാറേ പൊക്കട്ടാ? സിറ്റുവേഷൻ അല്ലല്ലോ. ഇല്ല, സിറ്റുവേഷൻ ഒന്നല്ല. നോക്കി ഞാൻ കണ്ടപ്പോ നിർത്തിയെന്ന്. സിറ്റുവേഷൻ ഒന്നല്ല, പൊക്കിക്കോ. ആ സാറേ ഫയറിംഗ് സൗണ്ട് കേട്ട് പിന്നെ സാറ് പറഞ്ഞതും കേട്ട് നമ്മൾ ലീവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആ അത് ചുമ്മാ അതൊക്കെ സാറേ മറ്റേ ആളെ പൊക്കണ്ട സാറേ പൊക്കണ്ട സാറേ. ആ സിറ്റുവേഷൻ സാറേ ആളെ അടിച്ചോന്ന് സിറ്റുവേഷൻ. അല്ല സാറേ അല്ലല്ല അടിച്ചോന്ന് പൊക്കണ്ട അവന്റെ സാറേ പൊക്കണ്ട സിറ്റുവേഷന്റെ പോയാ സാറേ ചുമ്മാറിനെ അത് പൊക്കിക്കോ. നമ്മുടെ കൂട്ടത്തിലുള്ള ആളാ. കളിപ്പുള്ളയാടാ സാറിന്റെ. സോറി പിന്നെ സാറിന് അല്പം ഇതില്ലായിരുന്നു. സാറാണ് അങ്ങോട്ട് പോയപ്പോ എന്നെ ഇടിച്ചിട്ടിട്ട് പോയത്. സാറ് എന്റെ സിറ്റുവേഷൻ സാർ മുതുകിലോട്ട് പോയിട്ട് തിരിച്ചല്ലേ വന്നത് ഫസ്റ്റ് ടൈം. എന്റെ പൊക്കണം ചോദിച്ചു. അപ്പൊ സാറിനെ ഇടിച്ച് കൊന്നിട്ടാ പോയത്. ആണോ? ഞാൻ കണ്ടില്ല. പറയണ അല്ലല്ല SRK ബോബോയാണ് അതിന് കാരണം. 10 പേരെയാണ് ഗ്യാങ് ഹൗസിലോട്ട് കൊണ്ടുപോയത്. നമുക്കറിയാം. അപ്പൊ ബോബോയാണ് SRK ബോബോ കിട്ടുന്നത് എന്താ വെച്ചാൽ മേടിച്ചോളാം. ആരെയും ചെയ്താ മതി. എടാ നീ എന്നെ ചെയ്ത് എന്റെ POV ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്നത്. എന്റെ തത്സമയത്തിൽ എടുത്താ മതി POV. പക്ഷെ നീ ചെയ്തല്ലോ. നീയാണ് ലാസ്റ്റ് മന്ദാരത്തിന് SRK ആണ് ക്യാരി എടുത്തത്. ഇല്ലില്ല പിന്നെ അല്ലല്ല മന്ദാരം ഇത്ര ഉള്ളു പറയാൻ. ഇതിനു മുമ്പേ എന്റെ വ്യൂവിൽ തന്നെ വേറെ 2 സിറ്റിസൺസിനെ കൊണ്ടുവന്നുണ്ട്. ഇവനും SRK. ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഉണ്ട് 2 പേരെയും കൂടെ സിറ്റിസൺ കൊണ്ടുവന്ന് എന്റെ വ്യൂവിൽ കിടപ്പുണ്ട്. എന്റെ വ്യൂവിൽ കിടപ്പുണ്ടാ. ഇത് തങ്ങനാണേ മന്ദാപ്പി. കുഞ്ഞാണല്ലോടാ അത്. വായിട്ട് നോക്കടാ അപ്പൊ വലുതാവും. ഇല്ലതാ പോയി മൂഞ്ചി. ഈ SRKയുടെ ലൈവാണ് കേട്ടോ. SRKയുടെ POV ഉണ്ട് കേട്ടാ. 10 ലൈനപ്പ് ഒക്കെ ഞാൻ ഇപ്പൊ പറയാം കേട്ടാ. അണ്ണനും ചന്ദ്രനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ലൈനപ്പ് ഒക്കെ ഞാനാ പറയുന്നത്. 15 രൂപ മറക്കല്ലേ? 15 അണ്ണനില്ലേ നമ്മള് ലൈനപ്പെടണം. ബോബോയ് നീ ഒരു കാര്യം ചെയ്യും. ബോബോയ് എല്ലാരും ലൈനപ്പ് നമ്മള് ലൈനപ്പ് ആണ്. ആ ബോബോയ് ലൈനപ്പ് പറ. ആ കോച്ച് നമ്മളാണ് ലൈനപ്പ് പറയുന്നത്. കോച്ചിനെ ലൈനപ്പ് കൊണ്ടേ. കോച്ചിനെ വെച്ച് ബാക്കി എല്ലാരും ഇട്ടോ. ആ ഞാൻ നീ അങ്ങ് പറഞ്ഞോ. ആ
1 2 താങ്ക് യു ബോബേണ്ണ 3 4 5 6 7 നീലയില്ല 7 അപ്പൊ സ്നൈപ്പിന് പകരം ആശിനെ കയറ്റ് 6 അല്ലല്ല കോച്ച് അല്ലേലില്ലെന്ന് പറ ഇറ്റാച്ചി മാമൻ സെക്കൻഡ് അല്ല മാമൻ ലൈനപ്പില്ല അവനെ വേണ്ട അപ്പാപ്പൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അപ്പാപ്പൻ അല്ലെങ്കിൽ വാസുണ്ണൻ ആരെങ്കിലും ഒരാൾ എന്നെ വിട്ടിട്ട് ലൈഫില് ഹലോ അടിക്കില്ല എന്നെ ലൈനപ്പിൽ ഇട്ടില്ല അണ്ണാ നിന്റെ വേറെ ആരെങ്കിലും മേടിച്ചിട്ട് വണ്ടി എന്റെയല്ലേടാ ജമാലു അല്ല ഞാനല്ല ഓനെ എന്നെ കയറ്റിയേ മനസ്സിലായി അതുകൊണ്ട് അവനെ അടിച്ചത് ആ അത്ര ഉണ്ടോ പറടാ എന്നെ ലിഫ്റ്റ് പഠിച്ചോട്ട് പോയാടാ ഞാൻ ടൈപ്പ് ചെയ്ത് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ പി ആണോ ഗ്യാങ് ഹൗസിൽ 26,000 പിങ് ആയിട്ട് ഞാൻ